ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും, വാട്ട് others തിങ്ക് എന്നൊരു കാര്യം. കുറേ ആസ്പെക്ട്സിൽ ഇത് നമ്മുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷൻ സെൽഫിലായാലും പേഴ്സണൽ സെൽഫിലായാലും ഈ ഒരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ട് others തിങ്ക്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു കാര്യത്തെ ഈ ഒരു അറിവിലൂടെ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു വിസ്ഡത്തിലൂടെ നമ്മൾ ഒരു കാര്യത്തെ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് പല കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അല്ലേ? അതിനൊക്കെ പറ്റിയിട്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടുക? ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതെന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ലാതായിട്ട് മാറും. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു 90% തീർന്നു എന്നുള്ളതാണ്. ഓക്കെ. ഒരു സമാധാനം നമുക്കവിടെ കിട്ടുന്നതായിട്ട് കാണില്ലേ? ഇതേപോലെ തന്നെ വാട്ട് ഉദേഴ്സ് തിങ്ക് എന്നൊരു കാര്യത്തിലേക്കുള്ള ഒരു അറിവ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 90% മാറി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുക്കേണ്ടതായ രീതിയിൽ ഒരു ആക്ഷൻ കൂടി എടുത്താൽ മതി എന്നുള്ളതാണ്. ശരിക്കും വാട്ട് ഉദേഴ്സ് തിങ്ക് എന്ന കാര്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാന് ഒരു കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ, ഇത് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഇരിക്കുന്നുണ്ട്. എന്നാലും അവര് എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ബെനിഫിറ്റും കാര്യങ്ങളും ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഈ ഒരു തോട്ട്സ് നമ്മളെ എഫക്ട് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മക്ക് നമ്മളെക്കാൾ കോൺഫിഡൻസ് അവരായിട്ട് മാറുന്നത് കൊണ്ടാണ്. ഏതൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴും അവരിൽ കോൺഫിഡൻസ് നമ്മൾ സമർപ്പിക്കുന്നത് കൊണ്ടാണ് അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. ഈ വാട്ട് ഓഫ് ദിസ് തിങ്ക് വരുന്നത് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാന്നുള്ളൊരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. കുറേ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സെൽഫ് നമുക്ക് ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഉമ്മയായിട്ട് ഒരമ്മ പെരുമാറുമ്പോൾ അമ്മക്കൊരു മദറിൻ്റെ റോളാണ്. അത് ഹസ്ബൻഡിനോട് പെരുമാറുമ്പോഴോ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു പാർട്ട്ണറിൻ്റെ റോളാണ്. മക്കളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ കൊളീഗ്സിനോട് പെരുമാറുമ്പോൾ പുറത്തുള്ള ആൾക്കോട് പെരുമാറുമ്പോൾ ഒരൊറ്റ ഉമ്മ തന്നെയാണ് അല്ലെങ്കിൽ ഒരൊറ്റ സ്ത്രീ തന്നെയാണ് ഇത്രയും റോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്കും. അപ്പോൾ ഈ ഓരോ റോൾ നമുക്ക് ഓരോ സെൽഫാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരികളോട് സംസാരിക്കുമ്പോൾ നല്ല കോൺഫിഡൻസും കാര്യങ്ങളും ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മളെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് തൻ്റെ ബ്രദറിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഉള്ളൊരു സെൽഫ് ഏറ്റവും പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ ഒരു സ്ട്രേഞ്ചറോട് കാണുമ്പോൾ അത്ര ഫ്ലോ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പേടി വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സെൽഫിൽ ഒരു ഹീലിങ്ങോ ഒരു അലൈൻമെൻറ്റോ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെൽഫ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടൊക്കെയാണോ നമ്മളെ വിസിബിൾ ആക്കുന്നതിൽ, നമ്മളെ പ്രതിഫലിപ്പിക്കുന്നതിൽ നമുക്ക് ഒരു ഫിയർ ഇരിക്കുന്നത്, നമ്മൾ പിന്നോട്ടേക്ക് ഇരിക്കുന്നത്, അത് നമ്മൾ നമ്മളെക്കാൾ ആരിലേക്കാണോ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരിലേക്കാണോ നമ്മൾ അടുക്കുന്നത് അവരിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഒരു കാര്യം ഇരിക്കുന്നില്ല. നമ്മൾ നമ്മളിൽ കോൺഫിഡൻസ് അർപ്പിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ഫ്രീഡത്തോട് കൂടിയിട്ട് ഈ ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയുക. നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ സംസാരിക്കാറുണ്ട് അല്ലേ? എനിക്ക് ഫ്രീഡം കിട്ടണം, ഈ റൂൾസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന രീതിയിലൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇമോഷണലായിട്ടുള്ള നമ്മളെ ഇമോഷണൽ ഫ്രീഡത്തിനെ പറ്റിയിട്ട് ആ ഒരു ഫ്രീഡം നമ്മൾ ഈ ഒരു വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ഭൂമിയെയും മനുഷ്യന്മാരെയും നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അതായത് ആരിൽ നിന്നും ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. നമുക്ക് നമ്മൾ കൊടുക്കേണ്ട സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ഡിസിപ്ലിനും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളതായ രീതിയിൽ ഈ ലോകത്തിനെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും സെൽഫിഷ്നെസ് ആയിട്ട് മാറല്ല ചെയ്യുന്നത്. നമ്മൾ ഈ സെൽഫിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭൂമിക്ക് തുല്യമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ കോൺഫിഡൻസ് നമ്മളിൽ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എവിടൊക്കെയാണോ ഫിയർ ഇരിക്കുന്നത്, എവിടൊക്കെയാണോ വാട്ട് ഓഫ് ദിസ് തിങ്ക് ഇരിക്കുന്നത്, അവിടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഫിസിയോളജിക്കലി എന്നെ കാണാൻ ഒരു ലുക്കില്ല. അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല എൻ്റെ ശരീരത്തിലുള്ള ഫീച്ചേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ആൾക്കാരെ മുന്നിൽ നമ്മളെ അഡ്രസ്സ് ചെയ്യിക്കുമ്പോൾ, നമ്മളെ വിസിബിൾ ആക്കുമ്പോൾ അത് ഒരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ അംഗീകരിക്കുക. നമ്മളെ ക്രിയേറ്റർ, നമ്മുടെ ദൈവം നമുക്ക് ഈ ഒരു ഭൂമിയിൽ നൽകിയതായിട്ടുള്ളത് ഈ രീതിയിലുള്ള സെൽഫാണ്.
ഈ സെൽഫിൽ ഇരുന്നു കൊണ്ട് നീ ഒരു ഭൂമിയെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ വെറും ഒരു പൂവെന്ന് പറയുമ്പോൾ ആ പൂവിൻ്റെ കാഴ്ച അല്ലെങ്കിൽ ആ പൂവിൻ്റെ ഭംഗി നമ്മൾ എവിടെയാണ് ആസ്വദിക്കുന്നത്? ഒബ്വിയസ്ലി ആ പൂവ് തരുന്നതായിട്ടുള്ള ആ ഒരു ഭംഗിയിൽ മാത്രമാണ്. അതിനപ്പുറമായിട്ട് ആ ഒരു പൂവിന് ഭംഗി നൽകിയതായിട്ടുള്ളത് ആ ഒരു പൂവിൻ്റെ റൂട്ടാണ്. ഓക്കെ. അപ്പോൾ ആ പൂവിൻ്റെ ഭംഗിയെ നമ്മൾ യഥാർത്ഥമായിട്ട് സ്മരിക്കുക എന്ന് പറയുമ്പോൾ, വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതിൻ്റെ റൂട്ടിനെ വർണ്ണിക്കാനുള്ള ഒരു കാര്യത്തെ. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെ മനസ്സാന്നുള്ളതാണ്. ഈ മനസ്സിൽ നമ്മൾ എന്തെല്ലാമാണോ കുടികയറ്റിയിട്ടുള്ളത്, എന്തെല്ലാമാണോ നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ച് വെച്ചിട്ടുള്ളത്, അതാണ് പുറത്തും പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോവാന്ന് വെച്ചോളൂ. കുറേ ആളുകൾ എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ആ ഒരു വൈറ്റ് ഷർട്ടിൽ ചെറിയൊരു ഡോട്ട് ഇരിക്കുന്നുണ്ടെന്ന് വെക്കാം. ഒരു ചളിയായിട്ടുള്ള കറ. അപ്പോൾ ഞാനത് ഷർട്ട് ഇട്ടപ്പോൾ ഒന്നും ഞാനത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അയ്യോ! എൻ്റെ ഷർട്ടിൽ ഈ വെള്ള കളറിൽ ഇങ്ങനെ ഒരു കറ വന്നല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ന കാര്യം ഞാൻ കൺസേൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എടുക്കേണ്ടതായ രീതിയിലുള്ള ക്ലാസ് എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിനപ്പുറമായിട്ട് ആ ഒരു കറ വന്നു പോയില്ലേ, അത് ഞാൻ അംഗീകരിക്കുന്നു. ആയിക്കോട്ടെ. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരാം. അതിനങ്ങട് അക്സെപ്റ്റ് ചെയ്യാം. അവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് റിലീസും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? നമ്മളെ ലൈഫിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് മറ്റുള്ളവരായിട്ട് മാറുമ്പോഴാണ് പലപ്പോഴും ഇത് പല പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. നമ്മളെ ലൈഫിൻ്റെ ഡ്രൈവർ നമ്മൾ തന്നെ ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഈ ഒരു ഭൂമിയെ വേറൊരു പെർസ്പെക്റ്റീവിൽ, ഒരു ഫ്രീഡം ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ഈ ലോകത്തിനെ കാണാൻ കഴിയുന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യമാണ്, എനിക്ക് ഇവിടെ ഇമോഷണൽ ഫ്രീഡം കിട്ടിയോ? എത്ര തന്നെ ഫിസിയോളജിക്കലി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാലും ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം എന്നുള്ളതാണ്. ആ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് നമ്മൾ എങ്ങനെയാണോ, നമ്മുടെ സാഹചര്യമാണോ, എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കണം. ഈ ഗ്രേറ്റ്ഫുൾനെസ് അക്സെപ്റ്റൻസിൽ വരുമ്പോഴാണ് ആ അക്സെപ്റ്റൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട്, ഇല്ലെങ്കിൽ ഏറ്റവും ഒരു 100% ആയിട്ടൊക്കെ മാറുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഇരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുക. ഓക്കെ, സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, ഞാൻ പ്രോബ്ലം ഉള്ള ഒരാളാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആവുന്നു. അപ്പോൾ നമുക്കൊരു ലോജിക്കലി തോട്ട് വരില്ലേ? ഓക്കെ, ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോൾ മാത്രമല്ലേ ആവേണ്ടതായിട്ടുള്ളത്. ഇതെനിക്ക് നല്ലതല്ലല്ലോ. അങ്ങനൊന്നുമില്ല. എല്ലാത്തിലും ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ പോലും അറിയാത്ത കുറേ നല്ല കാര്യങ്ങൾ വന്ന് തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഒരു കാലി കപ്പ് ഉദ്ദേശിച്ച് നോക്കുക. ആ കപ്പ് ഒരു വെള്ള കളറുള്ള ഒരു കപ്പാന്ന് വെച്ചോളൂ. ആ കപ്പിലേക്ക് കുറേ ചളി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറേ പാലൊഴിച്ചെന്ന് വെച്ചോളൂ. എന്നാലും ആ പാലിൻ്റെ വെള്ള കളറ് ഈ വെള്ള കപ്പിലേക്ക് വീണിട്ടും കാര്യമില്ലല്ലേ. ഉള്ളിൽ ചളിയായത് കൊണ്ട് ആ പാലും ചളിയായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മൾ ഏത് തരത്തിലുള്ള കാര്യമാണോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ തരത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മുടെ ചുറ്റുഭാഗം കംപ്ലീറ്റ് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മുടെ തോട്ട്സ് ഒരു മാഗ്നറ്റിക് വൈബ്രേഷൻ ഓരോ സമയം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തോട്ട്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. അയ്യോ! എനിക്ക് ഇത്ര ഇത്ര ലിമിറ്റേഷൻ ഇരിക്കുന്നുണ്ടല്ലോ എന്ന തോട്ട്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ ആ രീതിയിൽ തന്നെ ആവും എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു കപ്പതാ, ഈ കപ്പിലുള്ള ഈ ചളി ഉണ്ടല്ലോ എന്നുള്ള കാര്യം അംഗീകരിച്ചു തുടങ്ങുകയാണ്. ചളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒഴിക്കുന്ന പാലിന് ഒരു വെള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ചളി നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചളിയെ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയൂല്ലേ? അതേപോലെ തന്നെയാണ് പല പ്രോബ്ലംസും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ പ്രോബ്ലംസ് നമ്മൾ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമുക്ക് ചുറ്റുഭാഗത്തുനിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിൽ ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്ന, നിങ്ങളിൽ നിങ്ങൾക്ക് വിസിബിൾ ആക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്ര കുറവുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. എന്നിട്ട് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പലർക്കും പെയിനാണ് പലപ്പോഴും വെളിച്ചമായിട്ട് മാറിയിട്ടുള്ളത്. ചില ആൾത് റൂമിൽ പറയുന്നുണ്ട് വൂണ്ട് ഈസ് ദ പ്ലേസ് വേർ ലൈറ്റ്സ് എൻറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളിലുള്ള വൂണ്ട്സ് ആണ്, പ്രോബ്ലം ആണല്ലേ നമ്മൾ ഈ ഏരിയ കാര്യങ്ങളൊക്കെ. അതിനൊക്കാണ്ട് ഗ്രേറ്റ്ഫുൾ ആവുക. ആ ഒരു പ്രോബ്ലത്തിനും ബിഹൈൻഡ് ഒരു റീസൺ ഇരിക്കുന്നുണ്ട്. ആ റീസൺ ഇപ്പോൾ നമുക്കറിയില്ല. പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നുള്ളതാണ്. പണ്ടെന്നോ നമുക്കുണ്ടായ പല പ്രോബ്ലംസുമാണ് ഇപ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റിയിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈഫിൽ വന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പല ഇൻസെക്യൂരിറ്റീസും നിങ്ങളാക്കി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടുള്ള കാര്യമാണ്. സോ ആ ഇൻസെക്യൂരിറ്റീസിനൊക്കെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണ്ട. നമ്മളെ മൈൻഡിന്റെ ഒരു തിയറി ഉണ്ട്. എന്താണോ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ കാലം നിങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, ഈ റെസിസ്റ്റ് ചെയ്യുന്നതിനപ്പുറമായിട്ട് ആ ഒരു കാര്യത്തെ അംഗീകരിച്ച് തുടങ്ങുക. അതിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു അൽഹംദുലില്ലാന്നോ അല്ലെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അതിനുള്ള സൊല്യൂഷൻസും അത് നമ്മളിൽ നിന്ന് ഒരു പ്രോബ്ലം അല്ലാതായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള സീക്രട്ട് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനൊക്കെ പോയിട്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റർ ക്ലിയർ ആക്കി ഇരിക്കണം എന്നൊക്കെ അറിഞ്ഞിട്ട് കുറേ കോൺഷ്യസ് ആവനേക്കാളും എത്രയോ ബെറ്ററാണ് ഇത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഒരു സെൽഫിനെ നമ്മൾ അവെയ്ക്കൺ ചെയ്യാന്ന് പറയുന്നത്, ഉണർത്തുക എന്ന് പറയുന്നത്, ഒരു എഫേർട്ടും ഇടാതെ എഫേർട്ട്ലെസ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു മാർഗ്ഗമാണിതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്ത് നോക്കുക, ഹോൾഡ് ഓൺ ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെല്ലാമാണോ നമ്മുടെ ലൈഫിൽ ഇൻസെക്യൂരിറ്റീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിനെല്ലാം നോട്ട് ചെയ്യുക, അതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം ട്ടോ.